ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 86 റിവ്യൂ ആണ്. ഈ സീസൺ ആരംഭിച്ച സമയത്തും ഇപ്പോഴും മാറാത്തതായിട്ട് ഒന്നേ ഉള്ളൂ. പലതരം മാറ്റിപ്പിടിക്കലുകൾ ബിഗ് ബോസ് നടത്താറുണ്ട് എന്നുണ്ടെങ്കിലും മാറാത്തതായിട്ട് ഒന്നേ ഉള്ളൂ. അത് കമൻറ്റ് ബോക്സിലെ ഈ PR വിളികളാണ്. ജാസ്മിൻ PR എന്നൊക്കെ എന്നെ സ്ഥിരമായിട്ട് ആളുകൾ വിളിക്കാറുണ്ട്. ഈ വിളിക്കുന്ന ആളുകൾ സ്ഥിരമായിട്ട് ഈ ഒരു കമൻറ്റ് മാത്രമേ ഇടാറുള്ളൂ. അവരാർക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്, അയാൾ ഈ ഗെയിം അല്ലാതെ വേറൊരു ഗെയിം കളിക്കത്തുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഈ ഗെയിമിനെ നോക്കിക്കാണാൻ പറ്റുക എന്നുള്ളത് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് കുറേ മുതുക്കന്മാർ പറയാൻ ഒരു മടിയില്ല. കുറേ മുതുക്കന്മാർ, എന്നെ പോലെയുള്ള കുറേ മുതുക്കന്മാർ 23 വയസ്സുള്ള ഒരു പെണ്ണിൻ്റെ റിലേഷൻഷിപ്പും പറഞ്ഞിട്ട് 3 മാസമായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു പാഴന്മാരാണ് ഇവന്മാരെന്നുള്ളത് ഞാൻ ഈ സീസൺ കാണുന്ന സമയത്ത് പലതവണ ആലോചിച്ചിട്ടുണ്ട്. ആദ്യം ജിൻഡോ ആയിരുന്നു, ഇപ്പം അതിലേക്ക് ഇങ്ങനെ ആൾക്കാർ ആഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. വിട്ട് പിടിയുടെ മറ്റേ ചായക്കപ്പ് ചായ ഗബ്രിയുടെ വിട്ട് പിടിയുടെ എന്തൊരു ബോറാണിത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. പിന്നെ വേറെ കുറേ ടീമുകളുണ്ട്, പെട്ടി എടുക്കുന്ന കുറേ അമ്മമാർ, മറ്റേ ജാസ്മിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന കുറേ അമ്മമാർ. ജിൻഡോ ആണെങ്കിൽ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ വേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നിൽക്കുകയാണ്. കപ്പടിച്ചാൽ അപ്പ കല്യാണമാണ്. ആ ഒരു ജിൻഡോ ആണ് ജാസ്മിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഗുഡും ബാഡും ഒക്കെ ഹൗസിനകത്ത് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വേറൊരു ഗെയിമില്ല, ഫാൻസിനും വേറൊരു ഗെയിമില്ല. ആ ജാസ്മിൻ ഇത്രത്തോളം ഇമ്മച്വർ അല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഇവന്മാർ എന്ത് ഗെയിം കളിച്ചേനെ? എൻ്റെ പൊന്നെ, ഇത് എങ്ങനെ സഹിക്കുന്നുണ്ട്? ഈ ഒരു ഗെയിമൊക്കെ കളിച്ചിട്ട്, ഈ ഗെയിം മാത്രം കളിച്ചിട്ട് അതിലൊരാൾക്ക് കപ്പ് കൊടുക്കണമെന്നൊക്കെ പറയുന്നിടത്തോളം ഉളുപ്പില്ലാത്ത കാര്യം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ നറുക്കിട്ട് ആർക്കെങ്കിലും കൊടുത്തിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കട്ടെ. ആ നോറയ്ക്ക് കൊടുക്ക്. അറ്റ്ലീസ്റ്റ് നോറയ്ക്ക് മാത്രമാണ് നോറയുടേതായിട്ടുള്ളൊരു ഗെയിം ഉള്ളത്. ബാക്കിയുള്ള ആളുകൾക്കൊന്നും യാതൊരുവിധ ഗെയിമും ഇല്ല. എന്തൊരു പരാജയമാണിത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. കുറേ എണ്ണം പെട്ടി എന്നും പറഞ്ഞിട്ട് അവിടെ നിൽപ്പുണ്ട്. പെട്ടിയെ കുറിച്ചിട്ട് സംസാരിച്ച് മടുത്ത് കഴിയുമ്പോഴത്തേനെ ജാസ്മിൻ്റെ അവിടെ പോയിട്ട് ജാസ്മിൻ എന്തെങ്കിലും പറയുന്നുണ്ടോ, ജിൻഡോ എന്തെങ്കിലും ജാസ്മിനോട് പറയുന്നുണ്ടോ, എന്തെങ്കിലും അതിൻ്റെ അവിടെ പോയി ചിരിച്ചേക്കാമെന്ന് വിചാരിച്ച് കുറേ എണ്ണം നിൽക്കുകയാണ്. എന്നിട്ട് ഒടുക്കത്തെ ഗെയിം അനാലിസിസ് അത് കേൾക്കുമ്പോഴാണ് അവർ ഭയങ്കര സ്ട്രഗിളിങ് ആണ് കേട്ടോ. നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. നമ്മൾ 1-ലോ 2-ലോ പെട്ടി ആർക്ക് കൊടുക്കണം, ഇവരാണല്ലോ അതെല്ലാം തീരുമാനിക്കണേ. എന്ത് കോമഡിയാണ്! എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് ഇത്ര കാലമായിട്ടും വേറെ ഒരു സാധനവും കാണാൻ പറ്റാത്തതിൻ്റെ എല്ലാവിധ നിരാശയുണ്ട്. നോറ പറഞ്ഞ ആ ഒരു കാര്യം കറക്റ്റാണ്. പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ മടുത്തില്ലേ ഈ പെട്ടി പരിപാടി കേട്ട് മടുത്തു. നോറയ്ക്ക് പോലും കേട്ട് മടുത്തു. എന്ന് വെച്ചാൽ കണ്ടസ്റ്റൻസ് പോലും, പല ആളുകൾ പോലും ഈ ഒരു പെട്ടി ഡിസ്കഷൻ കേട്ട് മടുത്തു. അതിൻ്റെ ഫുള്ള് ക്രെഡിറ്റ്സ് കൊടുക്കേണ്ടത് 4 ആളുകൾക്കാണ്. അഭിഷേക്, സായി, ഋഷി, അതേപോലെ തന്നെ സിജോ. ഈ 4 പേരെന്ന് പറയുന്നത് ഒരു വലിയ നമ്പറാണ്. ഈ 4 ആൾക്കാർ ഇങ്ങനെ പെട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് ടീമുകളാണ്! എപ്പിസോഡ് 86ന്റെ റിവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ നോറയ്ക്ക് ഹാഫ് ഡേ ഒന്നും കിട്ടിയില്ല, 1/2 മണിക്കൂറേ കിട്ടിയുള്ളൂ സീക്രട്ട് റൂമിൽ. എന്നാലും സീക്രട്ട് റൂമിൽ പോയ സീസൺ 6ലെ കണ്ടസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പേര് നോറയ്ക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. 1/2 മണിക്കൂർ അവിടെ ഇരുത്തി ചില കാര്യങ്ങളൊക്കെ നോറ അവിടെ കേട്ടു. നോറ കേട്ട കാര്യങ്ങളിൽ നോറയ്ക്ക് ഗെയിമാക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടിക്കഥകളായിരുന്നു ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ പോലെ തന്നെ നോറയ്ക്കും കേൾക്കാനായിട്ട് പറ്റും. സിജോ, ജാസ്മിൻ, ഋഷി എന്നിവരൊക്കെ നോറയുടെ എവിക്ഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സായി സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഋഷി ജാസ്മിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആളുകൾക്ക് കുറഞ്ഞു വരികയാണ്, വളരെ സൂക്ഷിച്ച് വേണം ഇവിടെ നിൽക്കാനായിട്ട്, വളരെ പെട്ടെന്ന് ഫിൽട്ടേർഡായി പോകാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ നോറ പോയത്, മര്യാദയ്ക്കൊക്കെ നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് ഋഷിയുടെ അഭിപ്രായം. അഭിഷേക്, ഋഷി, സിജോ, സായി എന്നിവർ നോറയെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. നോറ ഹൗസിലേക്ക് തിരിച്ചൊന്ന് കാലെടുത്ത് വെച്ച് പോലുമില്ല. നോറ പോകുന്ന സമയത്ത് നമ്മുടെ മുൻപിൽ ആ ഒരു തോൽവി സമ്മതിക്കാതിരിക്കാൻ വേണ്ടി കരയാതാണ് പോയത്. നോറയ്ക്ക് ഇവിടെ ആരോടും പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഇല്ല, അത് അഭിഷേക് പറഞ്ഞാണ്. സായി പറയുന്നു നോറ ഗ്രാൻഡ് ഫിനാലെ ഡേയിൽ പോലും വരാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള ഗംഭീരമായിട്ടുള്ള ഊഹാപോഹങ്ങളൊക്കെയാണ്. നോറ അതൊക്കെ അവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നോറ കേൾക്കുന്നത് നമ്മളെ പോലെ തന്നെ ആ ഒരു പെട്ടി ഡിസ്കഷനാണ്. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു ഋഷിയുടെയും അഭിഷേകിൻ്റെയും പെട്ടി ഡിസ്കഷൻ. ഇന്നലെ വൈകിട്ട് നോറയും അത് കേട്ടിരുന്നു. നോറ കേട്ട പെട്ടി ഡിസ്കഷനും ഇന്ന് രാവിലത്തെ പെട്ടി ഡിസ്കഷനും ഓൾമോസ്റ്റ് സെയിം ആണ്. അഭിഷേകിന് ഋഷിയോട് പറയണമെന്നുണ്ട്, എടേ ചെങ്ങായി നീ നിൽക്കാനൊന്നും സാധ്യതയൊന്നുമില്ല, കിട്ടണ പൈസ എടുത്തിട്ട് വിട്ടോളാൻ. പക്ഷെ അത് ഋഷിയോട് പറയാനായിട്ട് അഭിഷേകിനെ പറ്റണില്ല. ഋഷി വിചാരിക്കുന്നത് ഋഷി അഭിഷേകിനെക്കാളും മികച്ച പ്ലെയർ ആണ് എന്നുള്ളതാണ്. ഋഷിയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട്, വാടക വീട്, ഇതെല്ലാം അഭിഷേകിനെ വളരെ വേദനിപ്പിച്ച ഒരു സംഗതിയാണ്. അപ്പോൾ ഋഷി പെട്ടിയെടുക്കണമെന്നുള്ള ആഗ്രഹം അഭിഷേകിനുണ്ട്. അതിനുശേഷം പുതുമഴയായി വന്നു എന്നുള്ള ആ ഒരു പാട്ടിട്ടിട്ട് ഹൗസിനകത്തേക്ക് നോറ കയറുകയാണ്.
നോറ ഇങ്ങനെ കയറുന്ന സമയത്ത് അർജുൻ അവിടെ വൈൽഡ് കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട്. കേൾക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ച്, ഇനിയും പ്രതീക്ഷയോ? ബിഗ് ബോസ് പോലും ചോദിച്ചതാണ്, നിനക്ക് മതിയായില്ലേടെ എന്നുള്ളത്. വൈൽഡ് കാർഡ് ഈ ഒരു അവസരത്തിൽ 10 മിനിറ്റ് നോറ അവിടെ നിന്നുള്ളൂ എന്നുണ്ടെങ്കിലും 10 മണിക്കൂറിൻ്റെ തള്ളു തള്ളാൻ കഴിവുള്ള ഒരു ചങ്ങായിയാണ് നോറ. പക്ഷേ സാധ്യതകളില്ല, ആൾക്കാർ സ്പേസ് കൊടുക്കുന്നില്ല, ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല. ബിഗ് ബോസ് ആ ഒരു തള്ളിൻ്റെ ഒരു ഗെയിം പ്രതീക്ഷിക്കുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നോറയെ വളരെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് വിട്ടിരുന്നു. ജിൻഡോ നോറയുടെ ഒരു ഫോൾട്ടൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ഗെയിമിൽ നിൽക്കണം, ഇങ്ങനെ ചെയ്യണം, ഞാനിപ്പോൾ നിന്നെ ടാർഗറ്റ് ചെയ്യാറില്ല. നോറ ഇത് ശ്രദ്ധിച്ചിരുന്നു. കാരണം ഫാമിലി വീക്ക് കഴിഞ്ഞതിൽ പിന്നെ ജിൻഡോയ്ക്ക് നോറയോട് ഒരു സ്നേഹമാണ്. ജിൻഡോ പല ആളുകളെയും ഉപദേശിക്കുന്നുണ്ട് ഗെയിമിലേക്ക് വരാൻ വേണ്ടി. ഇതിനുശേഷം നമ്മൾ കാണുന്നത് അഭിഷേക് ഒഴികെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം എവിക്ഷൻ നോമിനേഷനിലേക്ക് വരുന്നതാണ്. ഇതിന് ശേഷമാണ് മറ്റേ ജിൻഡോ ജാസ്മിൻ തമ്മിലുള്ള ആ ഒരു വാഗ്വാദം ഉണ്ടായത്. പതിവ് സാധനം തന്നെ, എന്ത് പറയാനാണിത്, എന്തോരം പ്രൊമോ ഇത് തന്നെ, ഈ ടോക്ക് തന്നെ ആയിട്ട് ഏഷ്യാനെറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊമോയിലുള്ള സംഭവമാണ്. അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ പറയുകയാണ്, വെറുതെ ഇങ്ങനെ വായി നോക്കിയിരിക്കുക, അങ്ങനെയല്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗബ്രി എനിക്ക് ഓർമ്മ വരും, അവനെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജിൻഡോ പറഞ്ഞു, വെറുതെ ഓരോ സ്വപ്നമൊന്നും കാണണ്ട, ഇങ്ങനെ തന്നെ തട്ടിമുട്ടി പോയാൽ മതി. അയ്യോ, ജാസ്മിൻ അത് പറയുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാരുടെ മുഖമൊക്കെ ഇങ്ങനെ മറ്റേ റിംഗ് ലൈറ്റ് തെളിയുന്നത് പോലെ തെളിയും. കാരണം ഗെയിം ഓണായി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യതയാണ് ആകെ അത്. ജിൻഡോ ഹാപ്പിയായി. ജിൻഡോ പിന്നെ ജാസ്മിനെ ഉപദേശിക്കുന്നു, അവരെല്ലാവരും കൂടെ ചേരുന്നു. മറ്റേ ജാസ്മിന് പുറത്തുള്ള നെഗറ്റീവിനെ കുറിച്ചിട്ട് ഇവർ ആകുലപ്പെടുന്നു. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജാസ്മിൻ പറയുകയാണ്, ഓക്കെ ജിൻഡോ കാക്ക, എൻ്റെ തെറ്റുകളൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ജിൻഡോ കാക്ക പറയുന്നത് ശരിയാണ്, ഞാനെല്ലാം വീട്ടിലിരിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ ജിൻഡോ എന്ത് പറയും? അങ്ങനെ പറഞ്ഞാൽ ജിൻഡോ മറ്റേ സുരാജ് വെഞ്ഞാറമ്മോട് മറ്റേ സിനിമയ്ക്കകത്ത് പറഞ്ഞതുപോലെ, അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം കളിക്കാൻ പറ്റില്ല എനിക്ക്, അങ്ങനെ പറയേണ്ടി വരും. എന്താണെങ്കിലും ജാസ്മിൻ്റെ ഇമ്മേച്യൂരിറ്റിയാണ് ഇവരുടെ ഗെയിം എന്ന് പറയുന്നത്. ഇതിനുശേഷം ജാസ്മിൻ നിലവാരത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ജാസ്മിനും ജിൻഡോയും അവരുടെ ആ ഒരു വൈബിലേക്ക് എത്തി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓണാന്ന് പറഞ്ഞ് കുറേ സാധനം അങ്ങോട്ട് പറയുകയാണ്. ജിൻഡോ കള്ളനാണ്, ജിൻഡോ കണ്ണാടി കള്ളനാണ്, ജിൻഡോയ്ക്ക് കല്ലുവേദനയാണെന്ന് കള്ളം പറഞ്ഞു, ജിൻഡോയ്ക്ക് ധൈര്യമുണ്ടോ മുഖത്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തരം സാധനമാണ്. പിന്നെ ജിൻഡോ ജാസ്മിൻ തമ്മിലുള്ളത് കുറച്ചും കൂടെ സഹിക്കാൻ കേട്ടോ. ഈ ജാസ്മിൻ സിജോ ആയിട്ടുള്ള സാധനമുണ്ട്, എൻ്റെ അമ്മു, അതും ഒരു രക്ഷയില്ല. അത് മറ്റേ സിജോ നേരത്തെ ചില ടീമുകളുണ്ടായിരുന്നല്ലോ, രതീഷ് റോക്കി, അവരുമായിട്ട് ഉണ്ടായിരുന്നതും നമുക്ക് സഹിക്കാൻ പറ്റുന്ന സാധനമല്ലായിരുന്നു. ഒരുമാതിരി അങ്കണവാടി പ്രോ ലെവൽ സാധനമായിരുന്നു. ഏതായാലും ഈ ഒരു അടിക്ക് ഇടയിൽ ടോപ്പ് ഗെയിമേഴ്സ് ടോപ്പ് 3 ആൾക്കാർ അവിടെ നോക്കിയിരിപ്പുണ്ട് കേട്ടോ. സായിയും സിജോയൊക്കെ നോക്കിയിരിപ്പുണ്ട്. ഇടയ്ക്കേക്ക് കയറാനായിട്ടുള്ള സ്പേസ് കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം കളിക്കളം ടാസ്ക് ആയിരുന്നു. ഈ ഒരു ടാസ്കൊക്കെ ജിൻഡോ കണ്ണട വെച്ചിട്ടാണ് വായിക്കുന്നത്. ജിൻഡോയ്ക്ക് വളരെ വൈകിയാണ് കണ്ണട കൊടുത്തത്, വളരെ മോശമായിപ്പോയി. നമ്മൾ പണ്ട് ഈ ബോക്സിലും സ്കെയിലിലും ഒക്കെ കളിക്കുന്ന ഒരു കളി ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ഇങ്ങനെ ഓരോ വഴികളിൽ കൂടെ മാറ്റുന്ന ആ കളി തന്നെയായിരുന്നു. ഒരു ഫൺ ഗെയിമാണ്, വലിയ കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു ഗെയിമാണ്. അഭിഷേകും ഋഷിയും ഫസ്റ്റ് അടിക്കുന്നുണ്ട്, ശശി കൊമ്പോ സെക്കൻഡ് അടിക്കുന്നുണ്ട്. പിന്നീടുള്ളത് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയും സ്വയം വിലയിരുത്താൻ വേണ്ടിയും സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയും ഉണ്ടായിരുന്ന ഒരു ടാസ്ക്കാണ്. അതിൻ്റെ പൂർണ്ണരൂപം BB+ ഉണ്ടാവും. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ എടുത്ത് പറയേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു. ജിൻഡോയുടെ കാര്യങ്ങൾ, മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. ലൈവിലുള്ള ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ജിൻഡോ പഴയ ജിൻഡോയോട് സംസാരിക്കുകയാണ് കണ്ണാടി നോക്കി. ആ ഒരു ദാരിദ്ര്യത്തെക്കുറിച്ചിട്ടും കടന്നു വന്ന വഴികളെക്കുറിച്ചിട്ടും ജിൻഡോ പറയുന്നുണ്ട്. അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ടും അത് നേടിത്തന്ന റിസൾട്ടിനെ കുറിച്ചിട്ടും ഓർക്കാൻ ജിൻഡോ പറയുന്നുണ്ട്. മാസ്റ്റർ എന്നുള്ള വിളി, മാഷ എന്നുള്ള വിളി, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റൊക്കെ നേടിയ സമയത്ത് ആളുകൾ അങ്ങനെ വിളിക്കുന്ന സമയത്ത് നിനക്ക് കിട്ടിയ സുഖത്തെക്കുറിച്ചിട്ട് ഓർക്കാനായിട്ട് ഇപ്പോഴുള്ള ജിൻഡോ പഴയ ജിൻഡോയോട് പറയുന്നുണ്ട്. നിന്നെ ആൾക്കാർ കള്ളൻ എന്ന് വിളിക്കും, പക്ഷെ നീ കള്ളനല്ല. ഹോട്ടൽ ടാസ്കിൽ നിനക്ക് അങ്ങനെ ഒരു വജ്രം കിട്ടി, നീ അത് അടിച്ചു മാറ്റിയില്ല, നീ അത് കാത്തു സൂക്ഷിച്ചു, അപ്പോൾ നീ ഒരു കള്ളനല്ല. അതേപോലെ തന്നെ സാബു ചേട്ടനും ശ്വേത ചേച്ചിയൊക്കെ വന്ന കാര്യത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. നീ നുണ പറയുന്നവനാണ്, നുണയനാണെന്നൊക്കെ എല്ലാ ആൾക്കാരും പറയും, പക്ഷേ നീ നുണയനൊന്നുമല്ല. നമ്മൾക്ക് ജയിക്കാൻ വേണ്ടി ചില്ലറ നുണകളൊക്കെ പറയാം. നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ നമുക്ക് നുണകൾ പറയാം. സംസാരിക്കാൻ ഇത്തിരി കഴിവ് കുറഞ്ഞ ഒരാളാണ് നീ, പക്ഷെ നീ മൈൻഡ് ചെയ്യേണ്ട. നീ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഒരു ആക്ടർ ആവാൻ വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ കല്യാണം കഴിച്ചോണം. സെപ്റ്റംബറിലല്ലേ അവൾ വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കല്യാണം കഴിച്ചോണം. കപ്പ് മുഖ്യം നിഖിലേ എന്നുള്ളതാണ് ജിൻഡോ പറയുന്നത്. ബിഗിലെ എന്നുള്ളതാണോ ജിൻഡോ പറഞ്ഞത്, നിഖിലെ എന്നുള്ളതാണോ ജിൻഡോ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസത്തെ ഒരു ഗ്രാഫ് ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, അത് എന്തിനാണ് ജിൻഡോ വേറെ വരച്ചതെന്നുള്ളത് എനിക്കറിയില്ല. ജാസ്മിൻ്റെ ഒരു കാർബൺ കോപ്പി എടുത്താൽ പോരായിരുന്നു. എടേ, നിങ്ങൾ കപ്പൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത്
നമുക്ക് പറയാനായിട്ട് എന്ത് പറയും? നിങ്ങൾ ജാസ്മിനെതിരെ ഗെയിം കളിച്ചെന്ന് പറയുമോ? അതാണോ നിങ്ങൾക്ക് കപ്പ് കിട്ടാനുള്ള യോഗ്യത? എന്തെങ്കിലുമൊക്കെ ഇത് മാറ്റിപ്പിടിക്കുക. ഈ കുറച്ച് ദിവസങ്ങൾ അല്ലേ ഉള്ളൂ, അവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഗെയിം കളിക്ക്. അതും ഫാൻസുകാരോട്. നിങ്ങൾ മറ്റേ ചായ കുടിച്ച കാര്യവും തുമ്മിയ കാര്യവും പിന്നെ എന്നാ മറ്റേ എന്തോ ഒരു ചെറുക്കൻ്റെ പേരുണ്ടല്ലോ, പെങ്കുച്ച് തേച്ചൊരു ചെറുക്കൻ്റെ പേരുണ്ടല്ലോ, അതൊക്കെ പറഞ്ഞിട്ട് ഈ കേസ് പിടിക്കാതെ ഈ ഗെയിമിലേക്ക് വാ. ഇതൊക്കെ ആരോടാ പറയുന്നത്? നന്ദി.